ഈ ട്രോഫി സെനഗൽ വിട്ട് എങ്ങും പോകില്ല. സെനഗലീസ് ഫുട്ബോൾ ഫെഡറേഷൻ നിലപാട് ഘടിപ്പിക്കുകയാണ്. രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയായ ദാക്കറിൻ്റെ തെരുവുകളിലൂടെ സാദിയോ മാനെയും സംഘവും ആ കിരീടവുമായി വിക്ടറി പരേഡ് നടത്തിയിട്ട് 2 മാസം തികച്ചായിട്ടില്ല. ആ കിരീടവും കിട്ടിയ സമ്മാനത്തുകയും തിരിച്ചു വേണമെന്നാണ് ഇപ്പോൾ CAF പറയുന്നത്. ഇതിലും ഭേദം കമ്പിപ്പാറ എടുത്ത് കക്കാനിറങ്ങുന്നതായിരുന്നില്ലേ എന്ന് ചോദിക്കാൻ തോന്നുന്നുണ്ടോ? സെനഗലീസ് ഫുട്ബോളിനെ പ്രണയിക്കുന്ന മനുഷ്യർക്ക് ഇപ്പോൾ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടാകും. ദിസ് ട്രോഫി ഈസ് വോൺ ഓൺ ദ പിച്ച്, നോട്ട് ബൈ ഇമെയിൽ. സെനഗൽ താരവും വെസ്റ്റ് ഹാം ലെഫ്റ്റ് ബാക്കുമായ മാലിക് ദിയോഫ് കഴിഞ്ഞ ദിവസം കുറിച്ചിട്ടത് ഇങ്ങനെയാണ്. ഒപ്പം സാദിയോ മാനയുടെ പ്രതികരണവും എത്തി. അഴിമതികളുടെ കൂത്തരങ്ങായി ഫെഡറേഷൻ മാറിയിട്ടുണ്ട്. ഈ വൻകരയിലെ ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഫുട്ബോളിനോടുള്ള അടങ്ങാത്ത അഭിനിവേശത്തെ അത് കൊന്നുകളയും എന്ന കാര്യം നിങ്ങൾ മറന്നു കളയരുത്. കളിക്കാർ സർവസ്വവും ഗ്രൗണ്ടിൽ സമർപ്പിച്ചാണ് രാജ്യത്തിനായി പൊരുതുന്നത്. എന്നാൽ കളത്തിന് പുറത്തെ കളികളാണ് ട്രോഫി ആർക്ക് നൽകണം എന്നതൊക്കെ തീരുമാനിക്കുന്നത്, മാനെ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ചാമ്പ്യൻസ് ലീഗിൽ അരങ്ങേറിയ റയൽ മാഡ്രിഡ് മാഞ്ചസ്റ്റർ സിറ്റി പോരിനിടെ ബ്രഹീം ഡിയാസിൻ്റെ ചില ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. 2 മാസങ്ങൾക്കിപ്പുറം മൊറോക്കോ കിരീടമണിഞ്ഞു എന്നറിഞ്ഞതും ഡിയാസിൻ്റെ മുഖത്ത് വിടർന്ന പുഞ്ചിരി സോഷ്യൽ മീഡിയ ആഘോഷമാക്കി. ജനുവരി 19 പ്രിൻസ് മോലെ അബ്ദുള്ള സ്റ്റേഡിയത്തിൽ സാദിയോ മാനെ തിരിച്ചു വിളിച്ചു കൊണ്ടുവന്ന സെനഗൽ താരങ്ങൾ പ്രതിഷേധം മറന്ന് കളി തുടരാൻ തീരുമാനിച്ചു. 13 സെക്കൻഡ് മാത്രമായിരുന്നു ആ പെനാൽറ്റി അനുവദിക്കുമ്പോൾ കളിയിൽ അവശേഷിച്ചിരുന്നത്. ബ്രഹീം ഡിയാസിൻ്റെ കയ്യിലാണ് ഇനിയെല്ലാം. ഡിയാസ് ഏറെ ആത്മവിശ്വാസത്തോടെ ഒരു പനേങ്ക കിക്കിന് മുതിർന്നു. എന്നാൽ എഡ്വാർഡ് മെൻഡി എന്ന ഗോൾ കീപ്പറെ അയാൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് കളയരുതായിരുന്നു. മെൻഡി അനായാസം ആ പന്ത് പിടിച്ചെടുത്ത ശേഷം ആകാശത്തേക്ക് കൈയുയർത്തി. 92-ാം മിനിറ്റിൽ സെനഗലിൻ്റെ ഒരു ഗോൾ റഫറി ജീൻ ജാക്കബ്സ് നദാല നേരത്തെ നിഷേധിച്ചതാണ്. പിന്നെ കളി അവസാനിക്കാൻ സെക്കൻഡുകൾ മാത്രം അവശേഷിക്കെ ഒരു പെനാൽറ്റിയും. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ടും മൊറോക്കോ സ്വന്തം കാണികൾക്ക് മുന്നിൽ അന്ന് തോറ്റു. എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട മത്സരത്തിൽ നിലച്ചിരിക്കാത്ത നേരത്താണ് പാപ്പാഗുയി വെടിയുതിർത്തത്. മൊറോക്കോയുടെ കൈവെള്ളയിലുണ്ടായിരുന്ന ആ കളി റബാത്ത് നഗരത്തിനായി ഒരുക്കി വെച്ച ആൻറ്റി ക്ലൈമാക്സ് അതായിരുന്നു. നിശബ്ദമായി കിടക്കുന്ന ഗാലറിക്ക് മുന്നിലൂടെ പാപ്പാഗുയി ഭ്രാന്തമായി ഓടി. മൊറോക്കൻ ആരാധകർ അയാൾക്ക് നേരെ കുപ്പികൾ വലിച്ചെറിഞ്ഞു. ഒടുവിൽ ഫൈനൽ വിസിലെത്തി. സെനഗൽ വൻകരയുടെ ചാമ്പ്യന്മാരായി. തങ്ങളുടെ ഗോൾ നിഷേധിക്കുകയും മൊറോക്കോക്ക് പെനാൽറ്റി അനുവദിക്കുകയും ചെയ്ത നേരത്ത് സെനഗൽ താരങ്ങളുടെ മുഴുവൻ നിയന്ത്രണം നഷ്ടമായതാണ്. പരിശീലകൻ പാപ്പാത്തിയോവാണ് താരങ്ങളോട് ഗ്രൗണ്ടിൽ നിന്ന് കയറി വരാൻ ആദ്യം ആവശ്യപ്പെട്ടത്. കളിക്കാർ ഓരോരുത്തരായി ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങി. സ്റ്റേഡിയത്തിൽ ആരാധകരും അക്രമാസക്തരായിരുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി അവർ വഴക്കിട്ടു. കസേരകൾ ഇളക്കി വലിച്ചെറിഞ്ഞു. സകലരെയും ശാന്തരാക്കാൻ സാദിയോ മാനെ എന്ന ഒറ്റ മനുഷ്യരാണ് അവിടെ എല്ലാം ഉണ്ടായിരുന്നത്. അയാൾ തന്നെ റഫറിയോട് കാര്യങ്ങൾ സംസാരിച്ചു. ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി സ്വന്തം താരങ്ങളെ തിരിച്ചു കൊണ്ടുവന്നു. ജയിക്കാനാണെങ്കിലും തോൽക്കാനാണെങ്കിലും മത്സരം പൂർത്തിയാക്കാൻ അയാൾ താരങ്ങളോട് ആവശ്യപ്പെട്ടു. അഷറഫ് ഹക്കീമി അടക്കമുള്ള മൊറോക്കൻ താരങ്ങൾ മാനയ്ക്ക് കൈകൊടുത്ത് അയാളുടെ സ്പോർട്സ്മാൻഷിപ്പിന് നന്ദി പറഞ്ഞു. ഒടുവിൽ സകലരുടെയും കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് സെനഗൽ കിരീടവും അണിഞ്ഞു. എന്നാൽ ഈ കഥയുടെ യഥാർത്ഥ ക്ലൈമാക്സ് തീരുമാനിച്ചത് CAF ആണ്. കളി കഴിഞ്ഞ് ട്രോഫിയും വാങ്ങി വിക്ടറി പരേഡും കഴിഞ്ഞ് സകലരും വീട്ടിലേക്ക് മടങ്ങി. കലാശപ്പോര് കഴിഞ്ഞ് 60 ദിവസവും പിന്നിട്ടു. എന്നാൽ ഗൂഗിളിൽ ഇപ്പോൾ ആ മത്സരം സെർച്ച് ചെയ്യുമ്പോൾ സ്കോർ കാർഡുകളിൽ മുഴുവൻ മൊറോക്കോ 3-0 ജയിച്ചെന്ന് കാണിക്കുന്നു. ആരാണ് ആ 3 ഗോളുകൾ അടിച്ചത്? അങ്ങനെയൊന്നും ചോദിക്കാൻ നിൽക്കരുത്. ആഫ്കോൺ റെഗുലേഷൻസിലെ ആർട്ടിക്കിൾ 82 സെനഗൽ ലംഘിച്ചു എന്നാണ് ഫെഡറേഷൻ്റെ കണ്ടെത്തൽ. ഇത് ഇത്രയും വേഗത്തിൽ കണ്ടെത്തിക്കളഞ്ഞതിലാണ് ആരാധകരുടെ ആശ്ചര്യം. നിയമം പറയുന്നത് റഫറിയുടെ അനുമതിയില്ലാതെ കളി അവസാനിക്കും മുമ്പേ ഗ്രൗണ്ട് വിടുന്ന ടീം തോറ്റതായി പ്രഖ്യാപിക്കും എന്നാണ്. ആർട്ടിക്കിൾ 84 പറയുന്നത് ഇങ്ങനെ നിയമം ലംഘിച്ച ടീമിനെ 3-0 പരാജയപ്പെട്ടതായി പ്രഖ്യാപിക്കണം എന്നാണ്. ഈ നിയമപുസ്തകത്തെക്കുറിച്ച് ധാരണ കളി പുനരാരംഭിക്കുമ്പോഴോ കിരീടം സെനഗലിന് നൽകുമ്പോഴോ ആർക്കും ഉണ്ടായിരുന്നില്ലേ? ഇതുതന്നെയാണ് സെനഗലും ഇപ്പോൾ ചോദിക്കുന്നത്. സംഭവത്തിൽ കായിക തർക്ക പരിഹാര കോടതിയിൽ സെനഗൽ അപ്പീൽ നൽകിയിട്ടുണ്ട്. അനീതി എന്നാണ് CAFൻ്റെ നടപടിയെ സെനഗൽ ഫുട്ബോൾ ഫെഡറേഷൻ വിശേഷിപ്പിച്ചത്. $11.6 മില്യൺ ആഫ്രിക്കൻ നേഷൻസ് കപ്പ് കിരീടമണിഞ്ഞ ശേഷം സമ്മാനത്തുകയായി സെനഗലിന് ലഭിച്ചത്.